അടിപൊളി പൊറോട്ട അത് ചുട്ടിട്ടെടുത്തത് ഒരു രക്ഷയില്ല. ഇത്ര പണിയുള്ള പൊറോട്ട ചൂട്. പൊറോട്ട നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം അടിപൊളിയായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒന്ന് പരിചയപ്പെടുത്താണ്. ചിലർക്കൊക്കെ പൊറോട്ട വീശുന്നൊക്കെ പേടിച്ചിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കാത്ത ലേഡീസിനൊക്കെ ഇത് എങ്ങനെ യൂസ്ഫുള്ളാണെന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാം. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ ചിക്കൻ കറിക്ക് കൂട്ടാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? പല സ്ത്രീകൾക്കും ചിക്കൻ കറിൻ്റെ കൂടെ കൂട്ടാൻ പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കരമാണ്. പക്ഷെ ഇവിടെ നമ്മളെ വൈഫ് പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര ശുഷ്കാന്തിയിലുള്ള കേട്ടോ. പൊറോട്ട എന്ന് വെച്ചാൽ ചുട്ട് പഠിക്കുകയും ചെയ്യാം. പിന്നെ മൈദ കുഴക്കേണ്ടി നിങ്ങൾക്ക് എന്തായാലും അറിയാം. മൈദ ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് ചെറിയ, അതായത് 1 കിലോ മൈദ അല്ല, ഇത് 1 കിലോന് ഇല്ല കേട്ടോ, ഏകദേശം കുറവാണ്. അപ്പോൾ 1 കിലോ മൈദ ആണെങ്കിൽ നിങ്ങൾ അതിനുള്ള ആവശ്യത്തിലുള്ള ഉപ്പ്, ഒരു നുള്ള്, ഒരു അല്പം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. മുട്ട അതും ഇതൊന്നും വേണ്ട കേട്ടോ. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മടിയായിരിക്കും. കാരണം മൈദ കുഴക്കണം, ബോൾ പിടിക്കണം, വീശണം, പിന്നെ അതുപോലെ തന്നെ ചുട്ടെടുക്കണം. കുറേ പണിയുണ്ട്, കുറേ പ്രോസസ്സിങ് ഉണ്ട് പൊറോട്ട എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ബോൾ പിടിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ എന്താ പരിപാടി എന്നെല്ലാം നോക്കട്ടെ നമ്മൾ. ലേഡീസൊക്കെ പൊറോട്ടൻ്റെ മാവ് കുഴക്കുന്നേരം മാവ് കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കുക. ഇല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മൂടിയിട്ട്, ഇല്ല തുണി നനച്ചിട്ടാലും മതി, കുറച്ച് തുണി. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി നല്ലപോലെ കുഴഞ്ഞ് കിട്ടണം കേട്ടോ. അതാ ഇത് ഈ കുഴഞ്ഞ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ കിട്ടണം. അപ്പം ബോൾ പിടിച്ചാൽ ഇത്രയും ലൂസ് വേണമെന്നില്ല. നമ്മൾ കുറേ സമയം വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് കുഴച്ചാൽ മതി. ഓല് കറയുന്നതിലോട്ട് പിടിക്കുന്ന പറയുന്ന ബോള് നിങ്ങൾ ഈ സമയം കൊണ്ട് ഞാനൊരു 1.5 കിലോ മൈദൻ്റെ ബോൾ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ എക്സ്പേർട്ട് ഒന്നും കേട്ടോ. കൊല്ലത്തിലിരിക്കും പൊറോട്ട പണി പഠിച്ചു വെക്കുന്നതാണ്. അതിൻ്റെ തണ്ടൊക്കെ പൊറോട്ട പണി പഠിച്ചു വെക്കുന്നതിനുള്ള തണ്ട്. ആഹാ, ചിത്രമാണോ ബോർഡ്? പൊറോട്ടൻ്റെ മാവിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ബോള് 100 ഗ്രാമാണ്. ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഈ ബോളല്ല കേട്ടോ. 2 പൊറോട്ടക്കുള്ള ഒരു ബോൾ 100 ഗ്രാം. ഒരു പൊറോട്ടന്റെ വലിപ്പം അത് വേണം. ഒരു പൊറോട്ടന്റെ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഗ്രാം. അത്ര വേണ്ട. അപ്പോൾ ഇത് ബോൾ പിടിക്കേണ്ടത് ഇതുപോലെ ബോൾ പിടിച്ചിട്ടിട്ടുണ്ട്. ബോൾ പിടിച്ച ബോളായത്, ഞാൻ പിടിച്ച ബോളായത്. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഇനി കുറക്കട്ടോ. പൊറോട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഫ്രൈ പാനിലാണ് ചൂടുന്നത്, കല്ലല്ല. അപ്പോൾ നമ്മൾ മാക്സിമം, എനിക്ക് വെച്ചാൽ ഞാൻ ചെറുത് തീരെ ചൂടലില്ല. കാരണം ഞാൻ വലുതാണ് എടുക്കല്. ഞാൻ വലിയ ബോളാണ് പിടിക്കുക. ഇങ്ങനെ ബോൾ ഇത്തിര ഈ കാണും, ആ കാണുന്ന കൈയൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ചെറുതാൻ വേണ്ടി വെച്ചാൽ നമ്മൾ ചെറുത് പിടിച്ചു കൊടുക്കുക. അപ്പോൾ വലുതാന്ന് വെച്ചാൽ വലുത്. ഏകദേശം ലൂസാട്ടോ മാവ്. ഇത്ര ലൂസായിരുന്നു. ഇത്ര ലൂസായാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിത് പെട്ടെന്ന് ചൂടേണ്ടി വരും. അതായത് മാവ് ഇത്ര ലൂസാകരുത്. അതന്നെ ഇപ്പം ചൂടുന്നായാലും പിന്നെ നമുക്ക് വീശുന്നേരമെല്ലാം ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ടൈറ്റ് മാവാൻ നേരം പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ നമ്മൾ കുഴക്കുന്ന നേരം ഒരൊറ്റ ടൈറ്റ് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതുപോലെ ഫിനിഷായിട്ട് പിടിച്ചിട്ടാൽ ഒരു പ്രശ്നമില്ല. അതാ പറഞ്ഞ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എണ്ണ കയ്യിലാക്കിയിട്ട് ഓരോരോ ബോളും എന്തെണിക്കുക, നല്ലവർക്ക് ഇവിടെ എണ്ണ കൊടുക്കുക. ഇത് അധികം അട്ടിക്കട്ടി കിടത്തുക. ടൈറ്റ് മാവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെല്ലാം ഇങ്ങനെ ഒന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടല്ല കേട്ടോ. അത് വേണമെന്നില്ല, അത്രയും വേണ്ട, ഈ എണ്ണ വേണ്ട. ഇത് റെഡിക്ക് നമ്മൾ ഇങ്ങനെ കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എണ്ണ കൊടുത്തിട്ടിടാം. നമ്മൾ ടൈറ്റ് മാവാന്നേരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് കഴിയും പരിപാടി. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് സിംഗിൾ ബോളായിട്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പൊറോട്ട ചൂടുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ വൈഫാണ്. അപ്പോൾ പൊറോട്ട ചൂടാൻ പലരും ചോദിക്കുന്നുണ്ട്, നമുക്കറിയാവുന്നില്ല. നമുക്കറിയില്ല, ഇപ്പോൾ പണി പഠിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡാൽഡ കുറച്ച് അതിനത്രയും വേണ്ട ഡാൽഡ ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിലപ്പോൾ കുറച്ച് ഓയിലും കൂടി ഞാൻ മിക്സ് ചെയ്യും. കാരണം ഓയിലും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കല്ലുമ്മലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിന് ഒരു സാധനം നമ്മൾ ഈ ഡാൽഡയിൽ ചേർക്കാറുണ്ട്. അത് ഇവിടെ പറയുന്നില്ല, അത് നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ആവശ്യമില്ല. ഇപ്പം സാധാരണ നോർമൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു. അങ്ങനെ പൊറോട്ട വീശാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ തിരുമ്പി, അതായത് നമ്മൾ അലക്കാൻ പഠിച്ച ആളുകൾക്കൊക്കെ പൊറോട്ട ചൂടാൻ പറ്റും കേട്ടോ. ആദ്യം കോല് കൊണ്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് സണ്ണയാക്കിയിട്ട് ഇതാ ഇങ്ങനെ
ഇങ്ങനെ പരത്തുക, ഇങ്ങനെ വീശുക. നിങ്ങൾ തിരുമ്പി പഠിച്ചവർക്കെല്ലാം പെട്ടെന്ന് കഴിയും. അല്ല, ഞാൻ സ്ലിപ്പാക്കല്ലേട്ടോ കാര്യം പറയാം. നമ്മൾ തിരുമ്പലിലൊരു ഇത് മോഡൽ തന്നെയാണ്. നമ്മൾ പൊന്തിച്ച് വീന്ന് തിരിച്ച് വീന്ന് ഉണ്ടോ, മൊഞ്ചായ വരുന്നുണ്ട് കേട്ടോ. മൊഞ്ചായ മൊഞ്ചുകൾക്കകിലെന്നാ കയറി പോകുന്നുണ്ട്. അങ്ങനെ തന്നെ നിർത്തിയാടോ ഒക്കെ. അതന്നെ ലാസ്റ്റ് അത് മതി. എന്നിട്ട് അതിൽ എന്ത് ചെയ്യാൻ ശേഷം പൊടി നടുവിലിട്. എന്നിട്ട് കുറച്ച് എണ്ണയും തൂവ്. ഇത്രയാ പണിയുള്ളൂ. ഇതാ എണ്ണ. എണ്ണ സ്പൂൺ കൊണ്ടോ നോക്കണ്ട, നമ്മളെ പുരയിലേക്കല്ലേ. അത്ര മതി, അത്ര മതി. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് അടക്കം ഒരു നൂൽ പൊറോട്ട ആക്കണമെങ്കിൽ ഫോർക്ക് കൊണ്ട് വരഞ്ഞു കൊടുക്കുക, കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൂൺ കൊണ്ട് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കട്ടായി എടുത്താൽ ഒന്നും കൂടി നിങ്ങൾക്ക് അതളായിട്ട് കിട്ടും. പിന്നെ പൊറോട്ട ചുറ്റുന്ന ഇവളെ ചുറ്റുന്ന നോക്കുക എങ്ങനെയാണെന്നുള്ളത്. പഠിച്ച രീതിക്കല്ലേ ചുറ്റു പോകും. പഠിച്ച രീതിക്ക് അതാ ഓള് ചുറ്റുന്ന ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതാ നോക്കിക്കോ, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരും. മനസ്സിലാണോ? ഇപ്പം 3 ചുറ്റി ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്തായി. 4 മിനിറ്റ്. പിന്നെ പൊറോട്ട വേറൊരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. എന്താ, പൊറോട്ട പരത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും നടുപരത്തരുത്. ബക്ക് പരത്തിയെടുക്കുക വീശുന്നതിന് മുന്നേ. ഇതിപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം കാണുന്നുണ്ടോ? ഇതാ ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ പരത്തിയെടുക്കണം. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചപ്പാത്തി, സ്ത്രീകൾ ചപ്പാത്തി പരത്തുന്ന നേരം നടുവെന്ന് ഒരൊറ്റൊന്തലം കൊണ്ടു എണ്ണയില്ലാണ്ട് പരത്തുന്ന നേരം അങ്ങനെ ഉന്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അല്ല. അപ്പോൾ അങ്ങനെ പരത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ബക്ക് നൈസായി പരത്തിയാലാന്ന് വേവും. ഇനിയിപ്പോൾ ഞാനൊന്ന് പരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാമാണെങ്കിൽ നിങ്ങൾക്ക്, പിന്നെ നമുക്കിത് അറിഞ്ഞതും കൂടാ, പിന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഉണ്ടോ കീറിപ്പോകുന്നത് എന്തുകൊണ്ടാ? ഈ കട്ടിയില്ലാത്തതിനെ കൊണ്ടാണ്. നമുക്ക് ഈ വലിയ ബോൾ പരത്തി ശീലമില്ലാത്തതിനെ കൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. വെള്ളം പിടിച്ച ബോൾ നമ്മളെ പിടിച്ച കോയ നമ്മളനുസരിച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ അത് ഈ ബക്ക് ഉണ്ടല്ലോ, അതാ ഈ ബക്ക് കറക്റ്റ് നമ്മൾ, അതായത് നമുക്ക് കൈ കൊണ്ട് പരത്തട്ടോ. ഇങ്ങനെ 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 ആക്കിയിട്ട് പരത്താം. ഇവിടെ എങ്ങനെ പിടിക്കുക, ഇതാ പൊറോട്ട പണി പഠിക്കുന്നുള്ളൂ. ഇതാ ഇത് അടിയിലും പോവുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതാ ഇത്തിരി മാണ്ടു. ഇതിൽ എന്ത് എടുക്കുക, ഏകദേശം പൊടി ഇടുക, ഏകദേശം എണ്ണ തടവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മുറിക്കാം, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക. ഞാൻ ഇങ്ങനെ എടുക്കുക പൊറോട്ട. ഇവിടെ നിങ്ങൾ തന്നെ പിടിക്കുക. പിടിച്ചിട്ട് ഇതാ ലെവലിൽ ഇങ്ങനെ തന്നെ ചുറ്റി 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 ഇങ്ങനെ തന്നെ കൊണ്ടുവരിക. കൊടുക്കുക. അപ്പോൾ ഈ ലെവലുണ്ടാവും. ഓല ചുറ്റിക്കണം, നമ്മൾ ചുറ്റിക്കണം. മനസ്സിലാവും? ഇതിപ്പം വീശി കഴിക്കണം, പെട്ടെന്ന് വീശി കഴിക്കണം. 2, 3 എല്ലാം വെച്ചിട്ട് വീശി കഴിക്കണം, പെട്ടെന്ന് വീശി കഴിക്കണം. നമ്മൾ എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നേരം അതിൻ്റെതായ രീതിയിൽ ചെയ്യും. പക്ഷെ നമുക്ക് ചില സൗകര്യങ്ങൾ കുറവുണ്ട്, നമ്മളനുസരിച്ചിട്ട് ചെയ്യാം. ഉണ്ടോ? ഇത്ര ലെവലിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം, പൊടിയിടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, നേരെ നടു മുറിക്കുക, അത് മുറിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ എടുക്കുക. അതാ ഇത്രേ പണിയുള്ളൂ. 1 സെക്കൻഡ് കൊണ്ട് പരിപാടി ചെയ്യുക. നമ്മൾ സ്പീഡായിട്ട് നമ്മളെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മളനുസരിച്ച് ചെയ്യും. അങ്ങനെ എന്തായാലും ഒരു ഹെൽപ്പ് വേണ്ടിയിട്ട് ഒന്ന് വീതി വെച്ച് കൊടുത്തേക്ക്. ഒരു 4-5 എണ്ണം വീതിക്ക്. വേറെ ജോലിയെല്ലാം ഉള്ളതിനെ കൊണ്ട് നമ്മൾ വീതം വെച്ച് കൊടുത്തേക്ക്. കുറേ ആയി നമ്മൾ ചുടാൻ നിൽക്കാത്ത. പൊറോട്ട ചുടുന്നേരം നമ്മൾ പിന്നെ കണ്ടാൽ പിന്നെ നമ്മളോട് വീതം പോകും, പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ട്. ബാക്കി ഇനിയിപ്പോൾ ചുട്ട് കല്ലുമ്മൽ പരത്തി പോലെ ഇട്ടോളൂ, നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെയാണ് പൊറോട്ട ചുടുന്ന രീതി. ഇനിയിപ്പോൾ പരത്തി ഇട്ടിട്ട് നിങ്ങൾ വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ചപ്പാത്തിയെല്ലാം വേവിക്കുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലാണ് പൊറോട്ട ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇതാ 2 പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ തടവി പൊറോട്ട ഇതിലിടും. നമ്മൾ പൊറോട്ട പരത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബക്കുണ്ടല്ലോ, ബക്കാണ് നമുക്ക് മെയിനായിട്ട് പരക്കേണ്ടത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗമല്ല, ബക്ക് മെയിനായിട്ട് പരക്കണം. ഇപ്പോൾ വെളി ചുടുന്നതിനെ കൊണ്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. ഈ ബക്കുണ്ടല്ലോ, ഈ ബക്ക് നല്ലതുപോലെ പരക്കണം. അത് നമ്മൾ ചപ്പാത്തി കോലുകൊണ്ട് തന്നെ നമുക്ക് പരത്താൻ പറ്റും. എല്ലാം ഒരേ ലെവലായിരിക്കും നമ്മൾ പരത്തുന്ന സമയത്ത്. പൊറോട്ട ചുടുന്നേരം പൊറോട്ട വാടിക്കഴിഞ്ഞാൽ മറിച്ചിടുക. ഇതും അങ്ങനെ തന്നെ. പൊറോട്ട വാടിക്കഴിഞ്ഞാൽ ഈ ഒരു വാട്ടം വരും. അതായത് പൊറോട്ടൻ്റെ ശരിക്കുള്ള നമ്മുടെ മൈദേൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ എന്ത് എടുക്കുക, എണ്ണ കൊടുക്കുക, മറിച്ചിടുക. എന്നിട്ട് തിരിച്ച് ഇട്ട ഭാഗം എണ്ണ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ
അപ്പുറത്തെ സൈഡ് എത്ര വേവുന്നോ അത്രയും വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഇട്ട ഭാഗം വീണ്ടും തിരിച്ചിടുക. ഒരു തിരിച്ചിടലും ഒരു മറിച്ചിടലാണ് പൊറോട്ടക്ക് റെഡിക്ക്. അല്ലാണ്ട് ഒരു 100 തിരിച്ചിടലും 100 മറിച്ചിടലല്ല. ഇപ്പോൾ എണ്ണ കൊടുത്തിട്ടോ, എണ്ണ കൊടുത്ത് ഇനി തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുന്നേരം ഈ ഒരു കല അപ്പുറത്തെ സൈഡ് നമ്മൾ വേവിക്കുന്നേരം എന്താവും, അപ്പുറത്തെ സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ട് വരും. അത് നമ്മൾ ഫ്രൈ പാനിലാകുന്നേരം കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടില്ല. ചിലപ്പോൾ താപയമല്ലാകുന്നേരം നമുക്ക് ചിലപ്പോൾ ഒരേ ലെവലിൽ കിട്ടും. അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുക്കണേ, അങ്ങനെ ചെയ്താൽ മതി. അത് ചില നമ്മൾ ചൂടിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളി പൊറോട്ട അത് ചുട്ടിട്ടെടുത്തത് ഒരു രക്ഷയില്ല. ഇത്ര പണിയുള്ള പൊറോട്ട ചൂട് നമുക്കൊരു 1/4 മണിക്കൂർ കൊണ്ടോ ഇല്ല 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സാവധാനം പൊറോട്ട ചുട്ടിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം അറിയിക്കുക.